അപ്പോൾ മിസ്റ്റർ കണാരന് വേണ്ടി ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ കണാരേട്ട. അപ്പോൾ കണാരേട്ട വ്യസനമോളെ, നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇതിനു മുമ്പും മുണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് കണാരേട്ട. ഈ മുണ്ട് കച്ചവടം എന്ന് പറയുന്നതേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര തരുന്നാണ് പരിപാടിയൊന്നുമല്ല. പക്ഷെ നിങ്ങളൊക്കെ ചെയ്യുന്ന പ്രവൃത്തിനേക്കായി നല്ല അന്തസ്സുള്ള പരിപാടിയാണ്. ഞാൻ മുണ്ടേ കച്ചവടം ചെയ്യുന്നുള്ളൂ, മനസ്സിലായില്ലേ? അല്ലാണ്ട് നീ നിന്റെ മറ്റവളെ കൊണ്ട് നടന്ന് കൂട്ടിക്കൊടുക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നില്ല. എന്നെ അങ്ങനെ കൊണ്ടു നടക്കാനും ആളില്ല. പിന്നെ എനിക്ക് എൻ്റെ പേരിൻ്റെ വാലറ്റത്ത് കെട്ടിയോൻ്റെ പേര് ചേർക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കെട്ടിയോൻ മായാവി ഒന്നുമല്ല. എൻ്റെ കെട്ടിയോൻ മായാവി അല്ലാത്തത് കൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണിക്കാൻ ആളുണ്ട്. പക്ഷെ നിനക്കതില്ല. നിനക്ക് പേരിൻ്റെ അറ്റത്ത് മാത്രമേ ഉള്ളൂ വാല്, കാണിക്കാൻ ആളില്ല. അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നീർക്കോലി കണാര, ശവമേ, നിനക്ക് പറ്റിയ മുണ്ടില്ല. നീ ഡബിൾ മുണ്ടേ ഉടുക്കുള്ളൂ എന്ന് എനിക്ക് നല്ല നിശ്ചയുണ്ട്. ഡബിൾ ഇല്ലാതെ നിനക്ക് പറ്റത്തൂല്ലല്ലോ. അപ്പൊ ഡബിൾ മുണ്ടെടുക്കുന്ന കണാരേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡബിൾ മുണ്ട് വിൽക്കുന്നു എന്ന് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. നിനക്ക് ഡബിളാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ അടുത്ത് അതില്ല. നമ്മൾ ആ ടൈപ്പ് നെഹി ഹേ. നമ്മുടെ അടുത്തുള്ളതൊക്കെ ഒറ്റമുണ്ടുകളാണ്. നിനക്ക് ഒറ്റമുണ്ട് എടുത്തു കഴിഞ്ഞാൽ വടിമ തുണി ചുറ്റിയ പോലെ ഇരിക്കും നീർക്കോലി. ഡബിൾ എന്നെ കൊടുത്തിട്ട് നിന്നെ കാണാൻ ഒരു നീർക്കോലി പോലെയാണ്. അപ്പൊ പിന്നെ നീ ഒറ്റമുണ്ട് കയറ്റിയാലുള്ള കാര്യം പറയണോ? ഒരു ഫോട്ടോയും പിടിച്ചുകൊണ്ട് നീ നിന്റെ മറ്റവളെയും കൂട്ടിയിട്ട് നാട് നീളം നടക്കുന്ന പണി എന്തടാ? കൂട്ടിക്കൊടുപ്പല്ലയോ? അപ്പോൾ നമ്മൾ അത്തരക്കാർ നെഹിഹേ. പിന്നെ കായംകുളത്ത് ഒറ്റമുറിയിൽ പേരിൻ്റെ അറ്റത്ത് മാത്രം ഭർത്താവുള്ള സാധനത്തിനെയും കൂട്ടി ഒരു റൂമിൽ എങ്ങനെ ഉണ്ടായിരുന്നു? തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതേതായാലും നന്നായിടാ. ഇങ്ങനെ ഓരോ കാര്യത്തിന് പോകുമ്പോൾ തടസ്സങ്ങളില്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഓടി നടന്ന് അമ്പലത്തിൽ കയറി എന്നൊക്കെ പിറകെ വരുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് കണാര. കാരണം നീ എൻ്റെ ഒരു പ്രേമ പാചനമല്ലേ. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ കണ്ട ആരെങ്കിലും പ്രേമിക്കോ? എനിക്ക് അതാണ് സംശയം. നിന്റെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഏത് പട്ടിയാടാ കഞ്ഞളം കുടിക്കുന്നത്? ശവമേ, നീ ഈ രണ്ടും കെട്ടവനായതുകൊണ്ടാണ് ഇവള് നിന്നെ കൊണ്ടു നടക്കുന്നത്. അവൾക്ക് താല്പര്യം രണ്ടും കെട്ടവന്മാരെയാണ്. പിന്നെ അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിനക്കറിയാലോ. പേരിൻ്റെ അറ്റത്ത് മാത്രം ഒരു വാല്. ആ കിഴങ്ങൻ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? നാട്ടുകാർക്ക് പോലും അറിയില്ല. ഈ പേരിൻ്റെ അറ്റത്ത് മാത്രം ഈ വാലായിട്ട് എഴുതി ചേർത്തിട്ടുള്ള പറയാൻ മാത്രമേ ഉള്ളൂ, കാണാനില്ല, കാണൂല. മായാവി. അപ്പൊ മായാവിക്കാക്കയ്ക്ക് എന്തു പറ്റിയെന്ന് നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടാ. മായാവിക്കാക്കയെ കണ്ടൂരില്ല. മായാവിക്കാക്കാന്റെ പെണ്ണും പിള്ളേനെ കൊണ്ടു നടക്കുന്നത് ആരാ? കീപ്പ്. അതായത് നമ്മുടെ കണാരേട്ടന് കീപ്പില്ലാണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ അറിഞ്ഞത്. കാരണം കണാരേട്ടന്റെ അമ്മ പണ്ട് വെടിയായിരുന്നല്ലോ. തള്ള വെടി വെക്കാൻ നടന്നപ്പോഴാണ് കണാരനുണ്ടായതെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പൊ തള്ളേനെ ഈ പാപ്പച്ചന്റെ തലയിൽ കെട്ടിയും വെച്ചു. ആ വെടിത്തള്ള വെടി വെക്കാൻ നടന്നതിന്റെ ബലമാണ് ഈ മോൻ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉരുളാടണത്. വെടി വർത്താനല്ലാണ്ട് ഈ കണാരൻ വായ തുറന്നപ്പറിയോ? ഇല്ല. എന്താ അത്? അവന്റെ തള്ള വെടി വെക്കാൻ നടന്നിട്ടല്ലേ ഇവനുണ്ടായത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, 1 അല്ല 10 പേര് ഒരുമിച്ച് കയറി ഇറങ്ങി തള്ളേനെ വെടിവെച്ചതിന് ശേഷമാണ് ഈ നാറി ഉണ്ടായത്. അപ്പൊ 10 എണ്ണം കൂടി ചേർന്ന് കാണിക്കുമ്പോൾ 10 തന്തയുടെ സ്വഭാവം കാണിക്കും ഈ നായിൻ്റെ മോൻ. കൊയിലാണ്ടിന്ന് 2 പന്നികള് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പൊ കൊയിലാണ്ടിന്ന് 2 വെറും പന്നികള് കാസർഗോഡ് തുടങ്ങി അങ്ങ് കന്യാകുമാരി വരെ എല്ലാ ക്ഷേത്രങ്ങളും കയറി ഇറങ്ങി നടന്നാലും ഹിന്ദുക്കൾക്കിടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ചുക്കും ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിയൂല. വേണമെങ്കിൽ ഇനിയും ശ്രമിക്കി, നന്നായിട്ട് ശ്രമിക്കി. പക്ഷെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറിയതിന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അല്ലയുടെ കാണാരാ, നീ കുറെ നാളെ എവിടെയായിരുന്നു? നിന്നെ കണ്ടില്ല. നീ എവിടെയെന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ബേജാറാവായിരുന്നു. കാരണം നിന്നെ കാണാണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ലടാ. നിന്നെ എന്നും വന്നിട്ട് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുത്തില്ല. നീ മുങ്ങി നടക്കായിരുന്നല്ലേടാ ശാപമേ. അങ്ങനെ കണാരേട്ടനും വ്യസനമോളും കൂടി ഒരു ഹോട്ടൽ റൂമിൽ ഒരുമിച്ച് ഒരു റൂമിൽ. എന്താല്ലേ ആങ്ങളെയും പെങ്ങളുമാരായാൽ ഇതിങ്ങനെ തന്നെ വേണം. ഇവന്റെ തള്ളയില്ലേ, പണ്ട് കല്ല് വെട്ടാൻകുഴിയിൽ പണിക്ക് പോയിട്ട് വെടിവെക്കാൻ പോയ തള്ള. നിന്റെ തള്ളക്ക് സുഖോടോടാ കണാര? തള്ളെപ്പോഴും ഉണ്ടാ? കാണാനില്ല തള്ളേന്. തള്ളയുടെ അവസാനത്തെ നാടകമായിരുന്നു ഗുരുവായൂരമ്പലത്തിന്റെ നടുപ്പന്തലില്. ഓർമ്മയുണ്ട? ഗുരുവായൂരമ്പല നടയില് അതായിരുന്നു ഈ 2 എണ്ണത്തിന്റെ ലാസ്റ്റ് പെർഫോമൻസ്. പിന്നെ നടപ്പന്തയിൽ കയറി ഇത്തരം ഒരു വീഡിയോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോടാ കണാര? സാധിക്കോടി മോളെ നിനക്ക്?
കേറി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ കേറി കാണിക്കുക. നിന്നെ വിളിക്കുകയാണ്. എന്താ നിനക്ക് കേറാൻ പറ്റുന്നില്ലേ? മുട്ടടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂത്രം പോകുന്നുണ്ടോ നിനക്ക്? കേറടി. അമ്പലം നടീന്ന് നിന്നെ ഇറക്കിയ നിന്നെ ഇനി ഇറക്കും. അപ്പൊ കണാരനോട് എനിക്ക് പറയാനുള്ളത്, നീർക്കോലികൾക്ക് പറ്റിയ മുണ്ട് എൻ്റെ കയ്യിലില്ല. ഒരു ചാക്ക് വാങ്ങിച്ചിട്ട് ഉടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്നറിയോ? കുറച്ചെങ്കിലും ഒന്ന് വണ്ണം വെക്കും. മനസ്സിലായില്ലേ? ഒരു ചാക്കാവുമ്പോ ഇത്തിരി കൂടി വണ്ണം തോന്നിക്കും. ഞാൻ വിൽക്കുന്നത് ഒറ്റമുണ്ടാണ്. ഈ ഒറ്റമുണ്ട് നീ എടുത്താൽ നിന്റെ കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ശിവനെ. കണാരൻ ഒറ്റമുണ്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങളെന്ത് സങ്കല്പിച്ച്? ഞാൻ സങ്കല്പിച്ച് ചിരിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യോടെ. അപ്പൊ കണാരേട്ടിന് പറ്റിയ ഡബിൾ മുണ്ട് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ നല്ല അന്തസ്സും ആഭിജാത്യവും ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ മുണ്ടുകളാണ്. നിങ്ങൾക്ക് തരാൻ നമ്മുടെ കയ്യിൽ മുണ്ടില്ല. പിന്നെ മുണ്ട് വിൽക്കുന്നത് അത്ര മോശം പരിപാടിയൊന്നുമല്ല. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നീ വെയിറ്റ് ചെയ്യൂ. ഇപ്പം ഞാൻ ചിത്രം കൊണ്ടുവരാത്തതിൽ നീ സന്തോഷിക്കണ്ട. എന്തേ പടങ്ങൾ വരയ്ക്കുന്നില്ലേ, ഓർഡറുകൾ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് നീ വല്ലാതെ അങ്ങ് ഷൈൻ ചെയ്യണ്ട. കാര്യം എന്താണെന്നറിയോ? നീ വെയിറ്റ് ചെയ്യൂ. കാര്യം ഞാൻ പറഞ്ഞു തരാം. കാണാൻ പോണ പൂരം ആരെങ്കിലും ചെണ്ട കൊട്ടി പറയാറുണ്ടോ? കണ്ടു തന്നെയല്ല അറിയേണ്ടത്. കണ്ടു തന്നെ അറിയണം. വെയിറ്റ് ആൻഡ് സീ. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് കണാരനില്ലാത്ത ജീവിതം. എൻ്റെ മോനെ, എല്ലായിടത്തും പോയി തോക്കാൻ വേണ്ടിയിട്ട് ഇനിയും നിന്റെ ജന്മം ബാക്കി. കുറേ നാളും നീ ഒളിച്ചും പത്തും മുങ്ങി നടന്നു. 4 എല്ലും കഷ്ണം കൂടുതൽ കിട്ടിയ എൻ്റെ മൂച്ച് സോഷ്യൽ മീഡിയ കാണിക്കേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിന്റെ തള്ളയ്ക്ക് സുഖമല്ലട കണാര. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം. പിന്നെ തള്ളയുടെ പണ്ടത്തെ കഥകളൊക്കെ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ എൻ്റെ പടം വരാ. നീ വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ആൻഡ് സീ. കാണാൻ പോകണ കാര്യം പറഞ്ഞറിയിക്കാറില്ല, ഉടുക്കുകൊട്ടി നടക്കാറില്ല. അത് കണ്ടു തന്നെ അറിയണം. വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് മാഡു.